വിവാദങ്ങൾക്കും ഏറെ രാഷ്ട്രീയ പ്രതിരോധങ്ങൾക്കും ഒടുവിൽ ഷെറിൻ കാരണവർ ജയിൽ മോചിതയാവുകയാണ്. 2009 നവംബറിൽ കാരണവർ കുടുംബത്തിലെ ഈ ഷെറിന്റെ അമ്മായിയച്ഛൻ, ഭർത്താവിന്റെ അച്ഛനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ഷെറിന്റെ കൂട്ടുപ്രതികളായ ബാസിദ് അലി, നിതിൻ എന്ന ഉണ്ണി, അതുപോലെ ഷാൻ റഷീദ്, ഈ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ ജയിലിൽ അടച്ചത് ജീവപര്യന്തം ശിക്ഷയായിരുന്നു. ശിക്ഷ വിധിച്ചത് 2010 ജൂൺ 11 മാവേലിക്കര അതിവേഗ കോടതിയാണ് ഇവർക്ക് ശിക്ഷ വിധിച്ചത്, ജീവപര്യന്തം തടവ് ശിക്ഷ. ഇപ്പോൾ ഏകദേശം 2010 കഴിഞ്ഞു, ഇപ്പോൾ 2025, ഏകദേശം 15 വർഷത്തോളം ഇവർ ശിക്ഷാ കാലയളവിൽ ജയിലിൽ ഉണ്ടായിരുന്നു, ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് ഇവർക്ക് 14 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചവർക്ക് മോചനം കൊടുക്കുക എന്ന ക്രൈറ്റീരിയ വെച്ചിട്ടാണ് സർക്കാർ ഇവർക്ക് മോചനം കൊടുക്കാം എന്ന് ശുപാർശ ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഷെറിൻ കാരണവരെ കുറിച്ചുള്ള വിമർശനങ്ങൾ, ഷെറിൻ കാരണവർ ജയിലിൽ നടത്തിയ പരാക്രമങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥരും ജയിൽ അധികൃതരുമായുണ്ടായ വഴിവിട്ട ബന്ധങ്ങൾ, ജയിലിലെ ആഡംബര ജീവിതം, ജയിലിലെ സഹതടവുകാരിയായിരുന്ന ഒരു പ്രതി വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തലുകൾ, ഇതൊക്കെ വെച്ച് പ്രതിരോധം തീർത്തു. ആരൊക്കെ? മനുഷ്യാവകാശ പ്രവർത്തകരുണ്ടായിരുന്നു, പ്രതിപക്ഷ പാർട്ടികളുണ്ടായിരുന്നു. എന്തിന്? സർക്കാരിന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്ക് ഷെറിനോട് ബന്ധമുണ്ടെന്ന് വരെ ആളുകൾ പറഞ്ഞുണ്ടാക്കി. അന്ന് ഗവർണർ ഓഫീസ് പറഞ്ഞു, ഷെറിന് മോചനം അനുവദിക്കണമെങ്കിൽ പ്രത്യേക ഒരു ഫോം കൂടി ഫില്ല് ചെയ്ത് തരണം. ഷെറിന് മാത്രമല്ല, എല്ലാ തടവ് പുള്ളികൾക്കും മോചനം സാധ്യമാകണമെങ്കിൽ ഒരു ഫോമുണ്ട്. ആ ഫോമിൽ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത്? ശിക്ഷ എന്താണ്, കുറ്റം എന്തായിരുന്നു, വിശദമായ വിവരം വേണം. അതുപോലെ ശിക്ഷിക്കപ്പെട്ടത് എന്നാണ്, എന്ത് ശിക്ഷയാണ് നൽകിയത്, പിന്നെ ഇവരുടെ ജയിലിലെ നല്ല നടപ്പ്, പിന്നെ മറ്റ് ബാക്ക്ഗ്രൗണ്ട്, ഇവരുടെ പ്രായം, ഇവരുടെ സ്വഭാവം, ഇതൊക്കെ കണക്കിലെടുത്താണ് ഗവർണർ ഇവർക്ക് മോചനം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ ആദ്യഘട്ടത്തിൽ, അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ വിവാദമൊക്കെ കണ്ടതും കേട്ടതുമാണല്ലോ, ഷെറിന് മോചനം കൊടുക്കുക എന്ന സർക്കാരിന്റെ താല്പര്യത്തിന് ഗവർണർ വഴങ്ങിയിരുന്നില്ല. ഗവർണർ അതിന് എതിരെ നടപടിയെടുത്തു. ഒരിക്കൽ പുനഃപരിശോധിക്കാൻ ലിസ്റ്റ് മടക്കി അയച്ചിരുന്നു. വീണ്ടും സർക്കാർ പരിശോധിച്ചു. ആ ഗവർണർ രാജ്ഭവൻ നിർദ്ദേശിച്ച ഫോമൊക്കെ പൂരിപ്പിച്ച് മുദ്ര വെച്ച് കൃത്യമായി കൊടുത്തു. അപ്പോൾ ഗവർണർ അംഗീകരിച്ചു. അങ്ങനെ ഷെറിൻ കാരണവർക്കും ഒപ്പം മറ്റ് ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മറ്റു 11 പേർക്കുമാണ് ഇപ്പോൾ ജയിൽ മോചനം സാധ്യമായിട്ടുള്ളത്. ഒരു പക്ഷേങ്കിൽ ഇന്നോ നാളെയോ ഷെറിൻ കാരണവർ പുറത്ത് ഇറങ്ങും. അത് ഇതിന്റെ സംഭവ പശ്ചാത്തലം. ഇനി ഷെറിന് എന്തൊക്കെ ബന്ധങ്ങളാണുള്ളത്? ഷെറിന് വെയിൽ കൊള്ളാൻ പാടില്ല, അതായത് വെയിൽ കൊണ്ടാൽ പ്രശ്നമാണ് എന്ന് വെച്ച് ജയിൽ ഡോക്ടറൊക്കെ ഷെറിന് ജയിലിൽ കുട അനുവദിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മൊബൈൽ ഫോൺ അനുവദിച്ച സാഹചര്യമായിട്ടുണ്ട്. പിന്നെ വിലപിടിപ്പുള്ള പെർഫ്യൂമുകൾ, വിലപിടിപ്പുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഷെറിന് ഇഷ്ടംമാതിരി ജയിലിൽ ലഭിച്ചിട്ടുണ്ട്. സഹതടവുകാരിയെ മർദ്ദിച്ച അനുഭവവും സംഭവമൊക്കെ നമുക്ക് അല്ലാതെ തന്നെ അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഷെറിന് ഈ കാലയളവിൽ എത്ര ദിവസത്തെ പരോൾ ലഭിച്ചു? സാധാരണ ഒരു തടവുകാർക്കോ, സാധാരണ ഇങ്ങനെ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ആളുകൾക്കോ വലിയ തോതിലൊന്നും അങ്ങനെ പരോളൊന്നും ലഭിക്കാറില്ല. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും രാഷ്ട്രീയ തടവുകാർക്ക് പരോൾ ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ CPM നേതാക്കൾക്കാണ് അല്ലെങ്കിൽ CPM പ്രവർത്തകർക്കാണ് പരോൾ ലഭിക്കുകയാണെങ്കിൽ പിന്നെ മനോരമയൊന്നും ചുമ്മാ വച്ച് താമസിപ്പിക്കില്ല, എടുത്തിട്ടങ്ങ് അലക്കലാണ്. ചുമ്മാ അവർക്ക് പരോൾ കൊടുത്തു, ഇവർക്ക് പരോൾ കൊടുത്തു, അവർക്ക് അത്രയും സൗകര്യം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞെഴുതും. മറ്റു ചിലർക്കൊക്കെ കിട്ടിയാൽ അത് പുറത്ത് പറയുകയുമില്ല. അതുകൊണ്ടാണ് ഷെറിനൊക്കെ പരോളിൽ ഇറങ്ങിയ കാര്യമൊന്നും ആരും അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. ഏകദേശം 444 ദിവസമാണ് ഇവർ പരോളിൽ നടന്നത്. അത് 2012 മുതൽ 2025 ജനുവരി വരെയുള്ള കാലയളവിൽ ഇവർ 444 ദിവസം പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ 2012 മാർച്ച് മുതൽ 2017 വരെ ഏകദേശം 345 ദിവസം പ്രത്യേക പരോള് ലഭിച്ചിരുന്നു. കുറച്ചുകൂടി ഫ്രീ ആയിട്ട് നടക്കാനൊക്കെ അനുമതിയുള്ള പരോൾ ലഭിച്ചിരുന്നു. പിന്നെ ഈ കോടതി ഇടപെട്ട് ഒരാഴ്ചത്തെ അല്ലാത്ത പരോളും ഷെറിന് നൽകിയിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഷെറിന് ഏകദേശം 444 ദിവസത്തെ പരോള് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ തടവുകാരിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന വനിതാ തടവുകാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം പരോൾ നേടി പുറത്ത് ജീവിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ PSC പരീക്ഷയ്ക്കൊക്കെ ഉത്തരവെഴുതാം, ഷെറിൻ കാരണവർ. 2009 നവംബറിൽ അച്ഛന്റെ ഭർത്തൃപിതാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി, അതാണ് ഷെറിൻ കാരണവർ. ഷെറിൻ കാരണവർ ഇനി ജയിൽ മാറ്റം നോക്കാം. ആദ്യം ഏത് ജയിലിലാണ്? ആദ്യം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കാണ് ഇവരെ ശിക്ഷിച്ച് അയച്ചത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ശിക്ഷിച്ച് അയച്ച ശേഷം അവിടെ നല്ല നടപ്പല്ല, അവിടെ പ്രശ്നങ്ങളും
പ്രശ്നങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അവരവിടെ നിന്ന് നേരെ നെയ്യാറ്റിൻകര സബ് ജയിലിലോട്ട് മാറ്റി, നെയ്യാറ്റിൻകരയിൽ അവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയതോടുകൂടി അവരവിടെ നിന്ന് വിയ്യൂരിലേക്ക് അയച്ചു. വിയ്യൂരിലാണ് ഈ ഡോക്ടർ ഇവർക്ക് കുട പിടിക്കാനുള്ള അനുവാദമൊക്കെ നൽകിയത്. അത് വിവാദമൊക്കെ ആയപ്പോൾ വിയ്യൂരിൽ നിന്നും മാറ്റി ഇവരെ തിരുവനന്തപുരം വനിതാ ജയിലിൽ എത്തിച്ചു. 2012, 2010 ആ സമയത്തൊക്കെ തിരുവനന്തപുരം വനിതാ ജയിലിലോട്ട് മാറ്റി. തിരുവനന്തപുരം വനിതാ ജയിലിലും പ്രശ്നങ്ങളായപ്പോൾ നേരെ കണ്ണൂർ സെൻട്രൽ ജയിലിലോട്ട് മാറ്റി. ഇപ്പോൾ ഷെറിൻ കാരണവരുള്ളത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. അങ്ങനെ ജയിൽ ഏകദേശം വനിതകളെ പാർപ്പിക്കുന്ന സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ ജയിലുകളിലും ഷെറിൻ കാരണവർ അന്തേവാസി ആയിരുന്നിട്ടുണ്ട് എന്നത് മറ്റൊരു വസ്തുത. ഏതായാലും ഷെറിൻ കാരണവർ പുറത്തിറങ്ങുകയാണ്. അത് ഗവർണർ അനുമതി നൽകി. ഒരുപക്ഷെങ്കിൽ ഇന്നോ നാളെയോ തന്നെ ഷെറിൻ കാരണവർക്ക് ജയിൽ മോചനം സാധ്യമാകും.